വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരിൽ അധികം ആളുകളും E20 ഇന്ധനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. 1 ലിറ്റർ പെട്രോളിലോ ഡീസലിലോ 20% എഥനോൾ കലർത്തുന്ന രീതിയാണിത് എന്നു പറയാം. അതായത് 1 ലിറ്റർ പെട്രോളിൽ 200 മില്ലി എഥനോൾ കലർത്തിയാൽ അതിനെ E20 ബ്ലെൻഡഡ് പെട്രോൾ എന്ന് വിളിക്കാം. നിങ്ങൾ അടുത്തിടെ ഒരു പുതിയ വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് E20ക്ക് അനുയോജ്യമായ വാഹനമാകാനാണ് സാധ്യത. ഈഥയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ പഞ്ചസാര പുളിപ്പിച്ച് സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജൈവ ഇന്ധനമാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഈ ജൈവ ഇന്ധനത്തെ പെട്രോളുമായി കലർത്തുന്നതിനായി ഇന്ത്യ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാം ആരംഭിച്ചു. 20 എന്ന സംഖ്യ പെട്രോൾ മിശ്രിതത്തിലെ എഥനോളിന്റെ അനുപാതത്തെ പ്രതിനിധീകരിക്കുന്നു. അതായത് സംഖ്യ കൂടുന്തോറും പെട്രോളിലെ എഥനോളിന്റെ അനുപാതം കൂടുതലായിരിക്കും. വരും കാലങ്ങളിൽ ഇതിന്റെ അനുപാതം 50:50 ആയി മാറിയേക്കാം എന്നും കരുതപ്പെടുന്നു. ഈ വർഷം ഏപ്രിലോടെ ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ പെട്രോൾ വാഹനങ്ങളും ബൈഫ്യൂവൽ വാഹനങ്ങൾ പോലെ E20 ഇന്ധനത്തിൽ ഓടുന്ന തരത്തിലേക്ക് മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ ചില വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരവിട്ടിരുന്നു. നിശ്ചിത സമയപരിധിക്ക് 5 വർഷം മുമ്പ് തന്നെ 20% എഥനോൾ കലർത്തുക എന്ന ലക്ഷ്യം ഇന്ത്യ മറികടന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 2030ഓടെയാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വളരെ നേരത്തെ തന്നെ 2025 ഏപ്രിൽ 1 രാജ്യത്തുടനീളമുള്ള എല്ലാ ഫ്യൂവൽ സ്റ്റേഷനുകളും E20 പെട്രോൾ വിൽക്കാൻ നിർബന്ധിതമായതോടെ ലക്ഷ്യം നേരത്തെ തന്നെ കൈവരിക്കാനായി. പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് പരിസ്ഥിതി സുസ്ഥിരതാ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനൊപ്പം അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ താൽപ്പര്യത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ 2030 ആകുമ്പോഴേക്കും 30% എഥനോൾ കലർത്തിയ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ത്വരിതപ്പെടുത്തുവാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. 30% എഥനോൾ ബ്ലെൻഡിംഗ് എന്ന പുതിയ ലക്ഷ്യത്തിലെത്താൻ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം E30 പെട്രോൾ പുറത്തിറക്കാനുള്ള തന്ത്രങ്ങൾ വിലയിരുത്തി വരികയാണ്. E30 ഇന്ധനം രാജ്യത്തെ നഗരങ്ങളിൽ ഘട്ടം ഘട്ടമായി ലഭ്യമാക്കണോ അതോ രാജ്യമെമ്പാടും ഒരേ സമയം ലഭ്യമാക്കുന്ന ഏകീകൃത നടപടിയാണോ സ്വീകരിക്കേണ്ടത് എന്ന ആലോചനയിലാണ് കേന്ദ്ര സർക്കാർ. കൂടുതൽ എഥനോൾ കലർത്തിയ ഇന്ധനത്തിന്റെ ഉപയോഗം വ്യാപകമാക്കുന്നതിനും അതിലേക്കുള്ള മാറ്റം സുഗമമാക്കുന്നതിനും ഈ തീരുമാനം നിർണായകമാണ്. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് കൂടുന്നത് പെട്രോൾ കാർ ഉടമകളെ സംബന്ധിച്ച് അത്ര നല്ല വാർത്തയല്ല. കുറഞ്ഞ പരിസ്ഥിതി മലിനീകരണം, അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കൽ, കർഷകരെ പിന്തുണയ്ക്കൽ എന്നീ ഗുണങ്ങൾ ഇതുകൊണ്ടുണ്ടെങ്കിലും അവ വാഹനത്തിന്റെ പെർഫോമൻസിനെ ബാധിക്കും എന്നതാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയിൽ നിലവിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന പെട്രോൾ കാറുകൾ E20 കംപ്ലൈന്റ് പവർ ട്രെയിനുമായാണ് വരുന്നത്. ഹോണ്ടയടക്കമുള്ള കമ്പനികൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ തങ്ങളുടെ വാഹനങ്ങൾ E20 ഇന്ധനത്തിന് അനുസൃതമായി പരിഷ്കരിച്ചിരുന്നു. ഇന്ധനത്തിൽ എഥനോളിന്റെ അളവ് കൂടുന്നത്, പ്രത്യേകിച്ച് 25% കൂടുതലാവുന്നത് നിലവിലുള്ള വാഹനങ്ങളുടെ എഞ്ചിൻ കാര്യക്ഷമതയെയും ഇന്ധനക്ഷമതയെയും ബാധിച്ചേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ നിലനിൽക്കുന്ന ഒരു ആശങ്ക. മാത്രമല്ല E20 കംപ്ലൈന്റ് അല്ലാത്ത പഴയ വാഹനങ്ങൾക്ക് എഥനോളിന്റെ സ്വഭാവം കാരണം കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടിയും വന്നേക്കാം. ഇത് ഈർപ്പം ആഗിരണം ചെയ്യുന്നതിലൂടെ ഇന്ധന ടാങ്കുകൾ, സീലുകൾ, ഗ്യാസ്കറ്റുകൾ, ഫ്യൂൽ ലൈനുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട്. 30% എഥനോൾ കലർന്ന പെട്രോൾ നിലവിലുള്ള വാഹനങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നോക്കാം. പെട്രോളിനെ അപേക്ഷിച്ച് 1 യൂണിറ്റ് എഥനോളിന് ഏകദേശം 33% കുറവ് ഊർജ്ജമേ ഉള്ളൂ. ഇത് എഥനോൾ കലർത്തിയ പെട്രോളിനായി ഒപ്റ്റിമൈസ് ചെയ്യാത്ത 7 മുതൽ 10% വരെ വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്നു. എഥനോളിന്റെ കുറഞ്ഞ ഊർജ്ജ അളവ് കാരണം വാഹനങ്ങൾക്ക് വേഗതയും പവറും കുറയുകയും ചെയ്തേക്കാം. എഥനോൾ തുരുമ്പെടുക്കുന്ന സ്വഭാവമുള്ളതും വെള്ളം ആഗിരണം ചെയ്യുന്നതുമാണ്. ദീർഘകാല ഉപയോഗം കൊണ്ട് ഇന്ധന ലൈനുകൾ, ഇഞ്ചക്ടറുകൾ, ടാങ്കുകൾ എന്നിവയിൽ തുരുമ്പ് പിടിക്കാൻ കാരണമായേക്കും. പെട്രോളിനെ അപേക്ഷിച്ച് ഉയർന്ന താപനിലയിൽ എഥനോൾ ബാഷ്പീകരിക്കപ്പെടുന്നു എന്നത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരു വലിയ പ്രശ്നമായി മാറിയേക്കാം. ഇനി 1 ലിറ്റർ E20 പെട്രോളിന്റെ വില എത്രയായിരിക്കും എന്ന് നോക്കാം. ജിയോ BP തയ്യാറാക്കുന്ന E20 പെട്രോളിൽ 80% പെട്രോളും 20% എഥനോളും അടങ്ങിയിരിക്കുന്നു. ഡൽഹിയിൽ പെട്രോളിന് ലിറ്ററിന് ഏകദേശം 96 രൂപയാണ് വില. അതായത് 96 രൂപ നിരക്കിൽ 80% പെട്രോളിന്റെ വില 76.80 രൂപ. അതുപോലെ എഥനോളിന്റെ വില ലിറ്ററിന് 55 രൂപ വരെയാണ്. അപ്പോൾ 20% എഥനോളിന്റെ വില 11 രൂപ. അതായത് 1 ലിറ്റർ E20 പെട്രോളിൽ 76.80 രൂപ വിലയുള്ള സാധാരണ പെട്രോളും 11 രൂപ വിലയുള്ള എഥനോളും അടങ്ങിയിരിക്കുന്നു. അങ്ങനെ 1 ലിറ്റർ E20 പെട്രോളിന്റെ വില 87.80 രൂപയായി മാറുന്നു. അതായത് സാധാരണ പെട്രോളിനേക്കാൾ 8.20 രൂപ കുറവാണ് E20 പെട്രോളിന്.
അതുപോലെ E30 പെട്രോളിന് ഏകദേശം 12 രൂപ വരെ ലാഭിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പെട്രോളിൽ ഉയർന്ന തോതിൽ എഥനോൾ കലർത്തുവാനുള്ള ഈ നീക്കം കാർഷിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാവുകയും ചെയ്യുന്നു. കൂടാതെ സുസ്ഥിര പുനരുപയോഗ ഇന്ധനത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിലെ ഒരു സുപ്രധാന ചുവടുവയ്പായി ഇത് അടയാളപ്പെടുത്തപ്പെട്ടേക്കാം. എഥനോൾ ഉൽപ്പാദനം ഫെർമെന്റേഷൻ വഴിയാണ് നടത്തുന്നത്. സസ്യാധിഷ്ഠിത പഞ്ചസാരയും സ്റ്റാർച്ചുമാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ചേരുവകൾ. പഞ്ചസാരയോ സ്റ്റാർച്ചോ അടങ്ങിയ വിവിധ വിളകളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കാം. ഇന്ത്യയിൽ സാധാരണയായി ചോളം, കരിമ്പ്, ബാർലി, ഗോതമ്പ്, സോർഗം എന്നിവയിൽ നിന്നുമാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് സെല്ലുലോയിക് വസ്തുക്കളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മുകളിൽ പറഞ്ഞ വിളകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പഞ്ചസാരയോ സ്റ്റാർച്ചോ ഫെർമെന്റേഷൻ വഴി എഥനോളായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ എഥനോൾ ഉൽപ്പാദന വിളകൾക്കായി വിശാലമായ കൃഷിഭൂമിയും ടൺ കണക്കിന് വെള്ളവും ആവശ്യമായി വന്നേക്കും. E30 പെട്രോൾ വരുന്നതിനു മുമ്പ് നിലവിലുള്ളതും പഴയതുമായ പെട്രോൾ കാർ ഉടമകളുടെ ആശങ്കകൾക്കും ബന്ധപ്പെട്ടവർ ചെവി കൊടുക്കേണ്ടതുണ്ട്. എഥനോൾ, ഗ്യാസലിൻ എന്നിവയ്ക്ക് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതിനാൽ പെട്രോൾ ഇന്ധന സംവിധാനങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്ന പല വസ്തുക്കളും വലിയ അളവിലുള്ള എഥനോൾ മിശ്രിതങ്ങളുമായി നന്നായി പ്രവർത്തിക്കുന്നില്ല. അതിനാൽ ഗ്യാസോലിൻ ടാങ്കുകൾ, സീലുകൾ, ഗ്യാസ്കറ്റുകൾ, ഇന്ധന ലൈനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എഞ്ചിനുകളുടെ ഭാഗങ്ങൾ എഥനോൾ ഉപയോഗിക്കുന്നതിന് അനുയോജ്യമായ വസ്തുക്കളാൽ നിർമ്മിക്കപ്പെടേണ്ടതുണ്ട്. E30 പെട്രോൾ കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിനൊപ്പം ഈ പ്രശ്നങ്ങൾക്കും സർക്കാർ പരിഹാരം കാണുമെന്ന് വിശ്വസിക്കാം. 2030 ആകുമ്പോഴേക്കും പെട്രോളിൽ എഥനോൾ മിശ്രിതം 30% വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ഘട്ടം ഘട്ടമായാണോ അതോ ഒറ്റയടിക്കാണോ നടപ്പിലാക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. ഇന്ന് നിരത്തിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലെയും എഞ്ചിനുകൾ E30 ഇന്ധനത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിനായി നിർമ്മിച്ചതല്ല. അതിനാൽ E30 ഇന്ധനം നിലവിൽ വരുന്നതോടെ വാഹന നിർമ്മാതാക്കൾ നിലവിലുള്ള എഞ്ചിനുകളിലും ഇന്ധന സംവിധാനങ്ങളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. പഴയ വാഹനങ്ങളിലും ഇതിനനുസരിച്ചുള്ള നവീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഇത് വാഹന ഉടമകളെ ബുദ്ധിമുട്ടിലാക്കിയേക്കും. ഈ സാഹചര്യത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർ ഇത്തരം പ്രശ്നങ്ങൾ മുന്നിൽ കണ്ട് ഒരുപക്ഷെ ഇലക്ട്രിക് വാഹനങ്ങൾ തിരഞ്ഞെടുക്കാനും സാധ്യത കാണുന്നു. അതേസമയം വിദേശങ്ങളിലുള്ളതുപോലെ E85 വരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഫ്ലെക്സ് ഇന്ധന വാഹനങ്ങൾ ഭാവിയിൽ വലിയ തോതിൽ പുറത്തിറങ്ങാനും സാധ്യതയുണ്ട്. പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെ 21.2 ട്രില്യൺ രൂപയുടെ വിദേശ നാണ്യ ലാഭത്തിന് കാരണമായി. ഏകദേശം 19.3 ദശലക്ഷം മെട്രിക് ടൺ അസംസ്കൃത എണ്ണയിൽ എഥനോൾ കലർത്തപ്പെട്ടു. എഥനോൾ മിശ്രിതം വഴി കഴിഞ്ഞ 10 വർഷത്തിനിടെ കർഷകർക്ക് 21.04 ട്രില്യൺ രൂപയുടെ പേയ്മെന്റുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്കുകൾ. ആഗോളതലത്തിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന 4ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഇവിടെ എഥനോൾ ഉൽപ്പാദനത്തിൽ വളർച്ച ഉണ്ടായിരുന്നിട്ടും 2023 കണക്കനുസരിച്ച് ആഭ്യന്തര ഉപഭോഗം ആഭ്യന്തര ഉൽപ്പാദനത്തെ മറികടന്നിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയുടെ ആകെ എഥനോൾ ഉൽപ്പാദനം 13.8 ബില്യൺ ലിറ്ററാണ്. ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ്. പല രാജ്യങ്ങളും സ്വന്തമായി എഥനോൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. കൃഷി, ജൈവ ഇന്ധന വ്യവസായങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുപരി ഇത് ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്തുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. വലിയ അളവിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഗ്യാസോലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ ചെലവ് കുറവാണ്. അങ്ങനെയിരിക്കെ അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് 30% എഥനോൾ കലർന്ന പെട്രോൾ വിൽക്കാനുള്ള തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.